ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. കണ്ട പകുതിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട്, കുറച്ച് അതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. പകുതി ചെറിയ ഉള്ളി ഇട്ടാ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുത്ത് ചിക്കനൊക്കെ അവിടെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട്, കുരുമുളക് പൊടിക്കാത്തത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഇതൊക്കെ കൂടിയിട്ട് അരയരുത്, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായത് നമ്മൾക്ക് കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് എരിവ് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി ഒരു ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് ഞാനൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിനതാ ചെറിയ ഉള്ളി പകുതി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അതും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു, അതും ഒരു 2 ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ കായം അത് മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പാകം ചെയ്യാനായിട്ട്. നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ഇതിലൊന്നും അല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഈ ചിക്കൻ വേവുന്ന വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് സമയമെടുത്ത് മെല്ലനെ ഇതാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഒരുവിധമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ്ടോ. അപ്പോൾ അങ്ങനെ കിടന്ന് വെന്തിട്ട് വേണം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. അപ്പോൾ നമുക്കിത് അധികം ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണമില്ല, നമുക്ക് പൊരിച്ചെടുക്കണക്കായും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആരും വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യണില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് തരിക. അപ്പോൾ നമ്മളെ ചിക്കൻ പെരട്ട് കണ്ടോ, അപ്പം നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ കിട്ടണം നമുക്ക്, വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇതാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.